നമ്മളെ പാപങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന കാര്യം എന്താണെന്നറിയോ? നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളാണ്. അമലുസ്സാലിഹത്ത്. എന്തിനാ നമസ്കാരം? ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നമസ്കാരം കൂടി ഇല്ലായിരുന്നെങ്കിൽ നമ്മളൊന്നും അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാൻ തന്നെ സമയം എടുക്കൂല. ഈ നമസ്കരിക്കുന്നത് കൊണ്ടാണ് ഒരുപാട് തിന്മകളിൽ നമ്മൾ രക്ഷപ്പെടുന്നത്, തടയപ്പെടുന്നത്. ഖുർആൻ പാരായണം, തഹജ്ജുദ് നമസ്കാരം, മൻഹാത്തുൽ പാപങ്ങളിൽ നിന്ന് തടയുന്ന ഒരു സാധനമായിട്ട്, സുന്നത്ത് നോമ്പുകൾ, എന്തു നന്മ, സ്വതക്കകൾ, ഇതെല്ലാം പാപങ്ങളിൽ നമ്മളെ സംരക്ഷിക്കും. ശൈത്താൻ പറയും, നീ ഖുർആൻ ഓതണ്ട, എനിക്ക് ഭയങ്കര ക്ഷീണാണ്, നീ തഹജ്ജുദ് നിസ്കരിക്കണം, നീ ഉറങ്ങിക്കോ, നിനക്ക് ക്ഷീണാണ്, ഇന്ന് എന്തിനാ സുന്നത്ത് നിസ്കരിക്കണം, ഉറങ്ങിക്കോ, ജമാഅത്തിന് പോയില്ലേലും വീട്ടിൽ നിസ്കരിച്ചാൽ പോലെ, അങ്ങനെ അഅ്മാലുകളെ കുറപ്പിക്കും. അതെവിടെ അവസാനിപ്പിക്കുക? അഅ്മാലുകൾ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണഗതിയിൽ പാപങ്ങളോട് താല്പര്യം തോന്നും, അത് നമ്മൾ ചെയ്യാൻ തോന്നും. പിന്നെ അവസാനം നമ്മൾ പാപത്തിൽ ചെന്ന് ചാടും. അഅ്മാലുകൾ കുറപ്പിക്കും. എന്നാൽ ഒരാൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. ഒന്നാമത്തെ പുതിയ പാപം ചെയ്തില്ല, പഴയത് ഇതാക്കിയില്ല. മൂന്നാമത്തേത് പിന്നെ അഅ്മാലുകൾ ചെയ്തു. നാലാമത്തേത് അയാളെ കൊണ്ട് ശൈത്വാൻ താൻ ചെയ്യുന്ന അഅ്മാലുകളിൽ തനിക്ക് റിയാ ഉണ്ട് എന്ന് തോന്നിപ്പിക്കും. ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾ ആളുകൾ കാണാൻ വേണ്ടിയിട്ടാണ്, അതുകൊണ്ട് ഞാൻ അത് ചെയ്യണ്ട, അങ്ങനെ ഒരു മനസ്സിൽ റിയാ, ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, തോന്നിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതിൽ നിന്ന് ഒരാൾ രക്ഷപ്പെട്ടാൽ അഞ്ചാമത്തെ വിഷയത്തെ ഉജുബുൻ നഫ്സ് ഉണ്ടാക്കും. സ്വന്തത്തില് ഞാൻ കുഴപ്പമില്ല, ഞാൻ നല്ല ആളാ, ഞാൻ ഇങ്ങനെയൊക്കെ നല്ല കാര്യം ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അത് ഏറ്റവും ഉന്നതമായ അതിലവൻ എന്തോ. ഇതെല്ലാം മറികടക്കണം നമ്മൾ. ഇതെല്ലാം നഫ്സുമായി ബന്ധപ്പെട്ട് ശൈത്താൻ കളിക്കുന്ന കളികളാണ്. ഒരു നഫ്സിനെ പഴപ്പിക്കാൻ ശൈത്താൻ ഉപയോഗിക്കുന്ന മാർഗങ്ങളാണ്. ഏറ്റവും അവസാനം ഞാൻ നന്നായി, ഞാൻ കുഴപ്പമില്ല, പിന്നെ അവനൊരു പേടി ഉണ്ടാവില്ല. ഓൻ മരിച്ചാലും കുഴപ്പമില്ല, ഞാൻ സ്വർഗത്തേക്ക് ടിക്കറ്റ് എടുത്ത അവസ്ഥയിൽ ഓൻ സുഖമായിട്ട് സന്തോഷമായി ജീവിക്കും. വളരെ അപകടം പിടിച്ച ഒരു കാര്യമാണ്. നമ്മൾ പരലോകത്തെ സംബന്ധിച്ച്, മരണത്തെയും അള്ളാഹുവിനെ സംബന്ധിച്ച്, നിഫാഖിനെ സംബന്ധിച്ച്, ശിർക്കിനെ സംബന്ധിച്ച് നിർഭയരാവുക എന്നുള്ളത്, അതേക്കുറിച്ച് ഭയമില്ലാത്ത അവസ്ഥ വരിക എന്നുള്ളത്, ഉജുബുൻ നഫ്സ് സംഭവിക്കുക എന്നുള്ളത്. അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ നാം പറഞ്ഞത്, ഇങ്ങനെ ശൈത്വാന്റെ ഒരു പ്രേരണ കൊണ്ട് നമ്മുടെ നഫ്സ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പല മേഖലകൾ ഈ വിഷയങ്ങളിലുണ്ട്. അപ്പൊ ഈ മൂന്ന് നഫ്സിനെയും വേർതിരിച്ച് നമ്മൾ പല രീതിയിലാവും. ചില സമയത്ത് നഫ്സുൽ അമ്മാറ പൊതുവെ അധികവും നമുക്ക് വരാൻ സാധ്യതയില്ല. പൂർണ്ണമായി അടിമപ്പെട്ടു പോയ, പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറ്റാത്ത ഏതൊരു പാപം തുടങ്ങുമ്പോഴും മനുഷ്യന്റെ ശരീരമോ അവനത് അംഗീകരിക്കൂല, മനുഷ്യന്റെ ജസദ് അത് അംഗീകരിക്കൂല. ഏതൊരു പാപം തുടങ്ങുമ്പോൾ മനുഷ്യന്റെ ജസദ് അംഗീകരിക്കൂല. ഒരാൾ ആദ്യമായി പുകവലിക്കുമ്പോ അത് ചുമച്ച് ആകെ ബുദ്ധിമുട്ടാവും. ആദ്യമായി മദ്യപിക്കുമ്പോ അല്ലെങ്കിൽ ആദ്യമായി വ്യഭിചരിക്കുമ്പോ അതിന്റെ പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടാവും. പക്ഷേ അതവന് വീണ്ടും വീണ്ടും നഫ്സിന് കൊടുത്തു കഴിഞ്ഞാൽ ആ നഫ്സുൽ അമ്മാറയാകും. പിന്നെ എന്ത് പറ്റൂല? പിന്നെ ആ നഫ്സിന് അതില്ലാതെ പറ്റൂല. അതാണ് നമ്മൾ അഡിക്ഷൻ എന്ന് പറയുന്നത്. പുകവലിക്കുന്ന ആളുകളോട് കാലങ്ങളായി വലിക്കുന്നവരെ നിർത്താൻ പറഞ്ഞു നോക്കി, അവർക്ക് സാധിക്കൂല. അല്ലെങ്കിൽ കാലങ്ങളായി മദ്യപിക്കുക, അവരെത്രത്തോളം ബുദ്ധിമുട്ട്. ഇത് മദ്യപാനം, പുകവലി മാത്രമല്ല ഈ വിഷയം പറയുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഓരോ പാവങ്ങളും നമ്മൾ എത്രത്തോളം ചെയ്യുന്നതോ അത്രത്തോളം നമ്മുടെ നഫ്സ് അതിനോട് താല്പര്യമായിരിക്കും. അതേ സമയത്ത് എത്രത്തോളം നല്ലത് കൊടുക്കുന്നുവോ അത്രത്തോളം നഫ്സ് ആ നല്ലതിനോട് പ്രേരണ കാണിപ്പിക്കും. ഒരാൾ സ്ഥിരമായി സുബഹി ജമാഅത്ത് അലാറം വെച്ച് എണീക്കുന്ന ഒരാള്, അദ്ദേഹത്തിന് കുറച്ച് കഴിഞ്ഞാൽ അലാറം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? സുബഹിയുടെ സമയത്ത് അതേ എഴുന്നേൽക്കും. അദ്ദേഹത്തിന്റെ നഫ്സ് അതിന് വഴങ്ങിയിട്ടുണ്ടാകും. ഓരോ കാര്യങ്ങളും ഉലമാക്കളും സലഫുകളും ഒക്കെ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ നിങ്ങളുടെ നഫ്സിനെ പരിശീലിപ്പിച്ചെടുക്കണം. നിങ്ങൾ പറയുന്നതനുസരിച്ച് അനുസരിക്കുന്ന രീതി നിങ്ങൾ നഫ്സിനെ പരിശീലിപ്പിച്ചെടുക്കണം. അതല്ല എങ്കിൽ അപകടം എന്താണെന്നറിയോ? നമ്മൾ നഫ്സിന് ഇഷ്ടമുള്ള പോലെ കൊടുക്കും. നമ്മൾ പലപ്പോഴും നമുക്കൊക്കെ അനുഭവം ഉണ്ടാവുന്ന കാര്യമാണ്, നമുക്കൊന്നും പാപം ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവൂല, നമ്മുടെ ശരീരം പാപം ചെയ്യുന്നുണ്ടാവും. അപ്പൊ നമ്മളോട് തന്നെ ചോദിക്കും, ഞാൻ എന്തിനാ ഈ തെറ്റ് ചെയ്യണേ, എനിക്കിഷ്ടമല്ലല്ലോ, എനിക്കിത് ഇഷ്ടമല്ല, അത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല, പക്ഷെ ഞാനിത് ചെയ്യുന്നത് എന്താ? കാരണം എന്താണെന്നറിയോ? നമ്മൾ നഫ്സിനെ ശക്തിപ്പെടുത്താൻ അള്ളാഹ് ഹറാമാക്കിയതിലേക്ക് നോക്കുകയും കേൾക്കുകയും എല്ലാം ചെയ്തതിന്റെ അനന്തരഫലമായിരിക്കും നമ്മുടെ നഫ്സാ പ്രവൃത്തി ചെയ്യുന്നത്. നമുക്ക് പിടിച്ചിർത്താൻ പറ്റൂല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മള് ഒരു കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കുക, മനസ്സിലാവാൻ വേണ്ടി പറയാട്ടോ, വേറൊന്നുമല്ലേ. അപ്പോ കുതിര ദുർബലിച്ച് ക്ഷയിച്ച് ഇങ്ങനെ ക്ഷീണിച്ച് കാണുമ്പോ നമ്മുടെ ഭക്ഷണമൊക്കെ കുതിരക്ക് കുറെ കൊടുത്തു വിചാരിക്കുക. ആ കുതിര പിന്നെ മുന്നോട്ട് കുറെ പോകുമ്പോ അപകടം പിടിച്ചൊരു വഴിയിലേക്കാണ് പോണത്. പക്ഷെ നമ്മൾ ഭക്ഷണമൊന്നും കഴിക്കാത്തതുകൊണ്ട് നമുക്കതിനെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. നമ്മൾ കുതിരപ്പുറത്ത് മയങ്ങിക്കിടക്കുന്നു. കുതിര ഏറ്റവും വലിയ അപകടത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയും ചെയ്യുന്നു.
നമുക്ക് പിടിച്ചു നിർത്താൻ നമുക്ക് ആഗ്രഹം, നമുക്കറിയാം ഇത് പോകുന്ന വലിയ അപകടത്തിലേക്കാണ്, ഞാൻ നശിച്ചു പോവും, ഞാൻ പോയി കഴിഞ്ഞാൽ വലിയ അപകടത്തെ പോയി ചാടും, അതെനിക്ക് അവനറിയാം. പക്ഷെ അവനെ പിടിച്ചു നിർത്താനുള്ള ആരോഗ്യം അവനുണ്ടാവില്ല. കാരണം അവന് കൊടുക്കേണ്ട ഭക്ഷണം അവൻ നഫ്സിന് കൊടുത്തു. അതായത് നമ്മുടെ റൂഹിന് നമ്മൾ കൊടുക്കേണ്ട ഭക്ഷണം കൊടുത്തില്ല എങ്കിൽ നമ്മുടെ നഫ്സ് ശക്തിപ്പെടും. പിന്നെ നഫ്സ് ചെയ്യുന്ന പാപങ്ങൾ നോക്കി നിൽക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ, നോക്കി നിൽക്കാൻ മാത്രമേ പറ്റുള്ളൂ. അതാണ് നഫ്സുൽ അമ്മാറ എന്ന് പറയുന്നത്. ഈ രണ്ടെണ്ണത്തിൽ നിന്നും മാറി നഫ്സുൽ മുത്മഇന്നയിൽ നമ്മൾ എത്താൻ കഠിനമായി പരിശ്രമിക്കണം. അതാണ് ജിഹാദുൻ നഫ്സ് എന്ന് പറഞ്ഞാൽ, സ്വന്തത്തിനോടുള്ള ജിഹാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ജിഹാദ് എന്ന് പറഞ്ഞാൽ കഠിനമായി പരിശ്രമിക്കുക, അതുപോലെ കഠിന പ്രയത്നം എന്നുള്ള അർത്ഥം. ജിഹാദുൻ നഫ്സ് എന്ന് പറഞ്ഞാൽ നഫ്സിനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിപ്പിക്കുന്നതിലേക്ക് പരിശ്രമിപ്പിക്കാൻ വേണ്ടി കഠിനമായി നമ്മൾ പ്രയത്നിക്കുക എന്നുള്ളതാണ് ജിഹാദുൻ നഫ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.